നമുക്കറിയാമോ എന്തൊക്കെ കാര്യങ്ങൾ ഈ പാർലമെന്റിൽ ഈ ചർച്ചയ്ക്ക് വന്നു? ശ്രീ ഫക്രുദ്ദീന്, നമുക്കറിയാം സംഭാൽ പ്രശ്നം വലിയ വിഷയമായി പ്രതിപക്ഷം കൊണ്ടുവന്നു. അതിനുശേഷം മണിപ്പൂരുമായി ബന്ധപ്പെട്ട പ്രശ്നം കൊണ്ടുവന്നു. വയനാട് ചെറിയ വിഷയമായി അവിടെ കൊണ്ടുവന്ന പശ്ചാത്തലമുണ്ടായി. അദാനി വിഷയത്തിൽ എന്തൊരു വലിയ ചർച്ചയാണ് നടന്നത്. അത് ഇന്ത്യ മുന്നുണ്ടായ റിഫ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ് ഈ അംബേദ്കറിലേക്ക് മാറുമ്പോൾ, അതും അതിനെ മറ്റൊരു തലത്തിലേക്ക് മാറുമ്പോൾ, പാർലമെന്റിന്റെ പുറത്തടക്കം പരസ്പരം കയ്യേറ്റങ്ങൾ നടക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ കേസുണ്ടാകുന്നു, കയ്യേറ്റ ശ്രമത്തിലടക്കം കേസുണ്ടാകുന്നു. അങ്ങനെ ഈ വിഷയത്തിന്റെ ഒരു ഇതിന്റെ ഒരു വലിയ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കോൺഗ്രസിന്റെ ഒരു നീക്കമായിരുന്നു അംബേദ്കറെ തൊട്ടാൽ, അംബേദ്കർ വിഷയം കത്തിച്ചാൽ എങ്ങനെ നേട്ടമുണ്ടാക്കും എന്നൊക്കെയുള്ള ചിന്തകളുടെ പുറത്തുണ്ടായ ഒരു നീക്കമായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന്. നമ്മൾ ഇതുവരെ കാണാത്ത വിധമാണ് ബഹളവും പ്രശ്നങ്ങളും, ഒരു ദിവസം പോലും സഭ സമ്മേളിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വിഷയങ്ങളുമൊക്കെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായത്. അപ്പോൾ ഇതുവരെ അവർ കൊണ്ടുവന്ന വിഷയങ്ങളെക്കാൾ കുറച്ചുകൂടി പ്രാധാന്യം ഇതിനുണ്ട് എന്നവർ മനസ്സിലാക്കുകയുമായിരുന്നു. അല്ല, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ കോൺഗ്രസ് വളരെ പ്രോആക്റ്റീവായിട്ട് നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു. പക്ഷേ ആ സമ്മേളനത്തിൽ ഉടനീളം നമ്മൾ കാണുമ്പോൾ BJP ഇങ്ങനെ സ്കോർ ചെയ്ത് പോകുന്നതാണ്. പിന്നെ മാത്രമല്ല കോൺഗ്രസ് ഈ ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പല ചർച്ചകൾക്ക് തന്നെ വേദിയും കിട്ടിയിട്ടില്ല. ഈ ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബഹളം എന്നൊക്കെ വെച്ചാൽ ഒരു എന്താണ് പറയുക, അതൊക്കെ ഒരു കണ്ടീഷണലാണ്. ഒരു പരിധി വരെ നമുക്ക് ബഹളം വെക്കാം, അതിനുശേഷം ചർച്ചകളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ കോൺഗ്രസുകാരുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഈ പാർലമെന്ററി സംവിധാനത്തിൽ ഇടപെട്ട സ്വരാജിസ്റ്റുകൾ പറഞ്ഞാൽ മോത്തിലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് കോൺഗ്രസിൽ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള വിഭാഗം ഉണ്ടാവുന്നു. അത് ഇതിനുശേഷം ഖിലാഫത്ത് വിസ്താരണ പ്രസ്ഥാനം 1922 അവസാനിച്ചതിന് ശേഷം അവര് ഒരു പാർട്ടി ഉണ്ടാവുന്നു. അത് ഗാന്ധിക്ക് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല ഇലക്ഷന് മത്സരിക്കുന്നത്. അവര് ഇലക്ഷന് മത്സരിച്ചു. അവരൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ അത് ബ്രിട്ടീഷുകാരുടെ പോളിസിയെ ചർച്ച ചെയ്തുകൊണ്ട് തുറന്നു കാണിക്കുക എന്നുള്ളതായിരുന്നു. അത് വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭഗത് സിംഗിനെ സംബന്ധിച്ച്, ഭഗത് സിംഗ് അന്ന് ബോംബെറിഞ്ഞത്, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബോംബെറിഞ്ഞത് ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. അദ്ദേഹം മെമ്പർ ആയതുകൊണ്ട് അദ്ദേഹം ചർച്ച ചെയ്യാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാന്ന് വേണ്ടിയായിരുന്നു. അപ്പൊ ശ്രദ്ധ തിരിക്കണമെങ്കിൽ അവിടെ ബഹളം മാത്രം പോലെ ഡിസ്കഷൻ വേണം. അതാണ് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തെ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അടുത്ത കാലത്ത് എസ്പെഷ്യലി 90s ശേഷം ബഹളം സർവത്ര ബഹളമാണ്. അതൊരു ആരോഗ്യകരമായ ജനാധിപത്യത്തിൽ ചേരുന്നതല്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ജനാധിപത്യത്തിൽ പുതിയ ജനറേഷന് ഒരു അപമതിപ്പുണ്ടാകുക, അവരെ ഇതിനൊക്കെ മാറി ചിന്തിക്കാനും ഇതിലൊന്നും വലിയ കാര്യമില്ലാതെ ചിന്തിക്കാനും അങ്ങനെ ഇവരുടെ തന്നെ കലം ഉടഞ്ഞു പോകാനും ഒരു സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അംബേദ്കറിനെ വളരെ വൈകാരികമായിട്ട് നമുക്ക് കത്തിക്കാൻ പറ്റുന്ന വിഷയമാണ്. കാരണം മുമ്പ് എന്ന് വെച്ചാൽ അംബേദ്കർ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് വരെ അംബേദ്കർ വലിയ ദൈവമാണ്. ഞാൻ അവിടെ ശ്യാംകുമാർ എന്നല്ല പറഞ്ഞത്. ശ്യാംകുമാർ നമുക്ക് വ്യത്യസ്ത ഐഡിയോളജി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ ആശയം വളരെ കൃത്യമായിട്ട് ധൈര്യവും എല്ലാ സ്ഥലത്തും തുറന്നു പറയുന്ന ആളുകളാണ്. പക്ഷേ ഈ BJP അധികാരത്തിൽ വന്ന്, മോഡി അധികാരത്തിൽ വന്ന് അവരെ ഇനി തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ പലർക്കും ഇപ്പൊ ഭയങ്കര നീൽസലാം വന്നിട്ടുണ്ടല്ലോ. ഇതുവരെ നീൽസലാം വിളിക്കാത്ത ആളുകൾ മൊത്തം നീൽസലാം വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അവരുടെ ഈ കക്ഷി രാഷ്ട്രീയത്തിന് കോയിലുകളുടെ ആവശ്യം നമുക്കില്ല.